ഒരു വാചകം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആവർത്തിച്ചു വരാൻ തുടങ്ങി. എന്ത് സംഭവിച്ചാലും ഈ പ്രൊജക്റ്റ് അവസാനിക്കരുത്. അദ്ദേഹം തിരിച്ച് ഇസ്രോയിലെത്തി. പ്രൊജക്റ്റ് എവിടെയാണ് പാളിപ്പോയതെന്ന് വിശദമായി പഠിക്കുവാൻ ആരംഭിച്ചു. അതിനായി തന്റെ ടീമിനെ മുഴുവൻ അദ്ദേഹം സജ്ജമാക്കി. മുൻപ് പറ്റിയതുപോലൊരു തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും അവർ എടുത്തു. ഇനി ഇങ്ങനെയൊരു പരാജയം ഉണ്ടാകരുതെന്ന് കലാമും സംഘവും മനസ്സിൽ കുറിച്ചിട്ടു. അങ്ങനെ SLV-3യുടെ രണ്ടാമത്തെ പരീക്ഷണത്തിനായി അവർ എല്ലാവരും തയ്യാറായി. മുൻപ് പരാജയപ്പെട്ട ശ്രീഹരിക്കോട്ടയായിരുന്നു വിക്ഷേപണത്തിനായി ഇപ്രാവശ്യം അവർ തിരഞ്ഞെടുത്തത്. ഇന്ത്യ മുഴുവൻ അവരെ ഉറ്റുനോക്കുകയായിരുന്നു. കൗണ്ട് ഡൗൺ ആരംഭിച്ചു. കലാം തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. സർ, ഇറ്റ്സ് ഇൻ ഓർബിറ്റ്. ഇന്ത്യ ഈസ് ഇൻ സ്പേസ്. കലാം തന്റെ കണ്ണുകൾ തുറന്നു. അദ്ദേഹത്തിന് ആ കാഴ്ച വിശ്വസിക്കാനായില്ല. SLV-3 എല്ലാ ഘട്ടങ്ങളും താണ്ടിയിരിക്കുന്നു. SLV-3യുടെ പരീക്ഷണം വിജയകരമായി അവസാനിച്ചിരിക്കുന്നു. അതുപയോഗിച്ച് ഇന്ത്യ ആദ്യമായി രോഹിണി എന്ന സാറ്റലൈറ്റ് ഭൂമിയുടെ ഓർബിറ്റിൽ എത്തിച്ചിരിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് ആ വാർത്ത ലോകം മുഴുവൻ പടർന്നു. ഇന്ത്യയുടെ അഭിമാനം മറ്റ് രാജ്യങ്ങൾക്ക് മുൻപിൽ ഉയർത്തിപ്പിടിച്ച ഇസ്രോയെ മാധ്യമങ്ങൾ അഭിനന്ദിക്കുവാൻ ആരംഭിച്ചു.